വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്കും ഞാൻ ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്. കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. യൂട്യൂബിലൂടെ കാണുന്ന വ്യക്തികൾ, ഫേസ്ബുക്കിലൂടെ കാണുന്ന വ്യക്തികൾ, ടി വിയിലൂടെ കാണുന്ന വ്യക്തികൾ, അപ്പോൾ തന്നെ നമുക്ക് പല പോഡ്കാസ്റ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ മോർണിംഗ് ഗ്ലോറി ലഭ്യമാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയട്ടെ, സ്പോട്ടിഫൈയിൽ മോർണിംഗ് ഗ്ലോറി ഉണ്ട്. ആപ്പിളിൻ്റെ പോഡ്കാസ്റ്റ്, നിങ്ങൾ ഐഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ പോഡ്കാസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ഒരു ആപ്പ് ഉണ്ടായിരിക്കും. അതിൽ ചെന്ന് ബ്ലെസ്സിങ് ടുഡേ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൽ ലഭിക്കും. സ്പോട്ടിഫൈയിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ ലഭിക്കും. കൂടാതെ എന്ത് പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോം ആണെങ്കിലും മോർണിംഗ് ഗ്ലോറി അവൈലബിൾ ആണ്. ഇതിൻ്റെ ഗുണം ഞാൻ പറയാം, നിങ്ങൾക്ക് വീഡിയോ കാണേണ്ട, ഓഡിയോ മാത്രം കേട്ടാൽ മതിയെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കിച്ചണിലായിരിക്കുമ്പോഴൊക്കെ ഓഡിയോ മാത്രം കേട്ടാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാം. ഇതിലൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മോർണിംഗ് ഗ്ലോറി കേൾക്കാൻ സാധിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മളോട്, വലിയ വെളിപ്പാടുകൾ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. സോ ഗെറ്റ് റെഡി. നമ്മൾക്ക് ഇന്ന് ഒരു കീ സ്പോൺസർ ഉള്ളത് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറായിട്ടുള്ള ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ ചില പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങളാണ് നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്നത്. രഹബോത്ത് സീസണിൽ ഭവനത്തിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ് സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. പാസ്റ്ററിൻ്റെ പ്രൊഫറ്റിക് വേർഡ് റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ കരങ്ങൾ നീട്ടി ബ്ലെസ് ചെയ്യുന്നു. ആ സിസ്റ്ററിൻ്റെ ഫാമിലിയിൽ രഹബോത്ത് സീസൺ ആരംഭിക്കട്ടെ കർത്താവെ. അപ്പോൾ തന്നെ മൂത്ത മകൻ്റെയും മകളുടെയും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരുമക്കളുടെ IBS പരിപൂർണമായി മാറിപ്പോകുവാൻ, ആ രോഗം സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലുള്ള എല്ലാവർക്കും രോഗസൗഖ്യം വന്നു ചേരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ് നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾക്ക് ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡീറ്റെയിൽ സ്ക്രീനിലുണ്ട്. തീർച്ചയായും നിങ്ങൾക്കും ദൈവവേലയുടെ ഒരു പങ്കാളിയായി തീരാം. അപ്പോൾ തന്നെ ഈ ആഴ്ച മിഡിൽ ഈസ്റ്റിൽ ബ്രദർ ഡാമിയൻ കടന്നു വരുന്നു. ഇൻ ദുബായ് ആൻഡ് അബുദാബി UAE നിന്ന് കാണുന്ന വ്യക്തികൾ തീർച്ചയായും ജോയിൻ ചെയ്യുക. അപ്പോൾ തന്നെ ഖത്തറിലും നമുക്ക് ഈ ആഴ്ച മീറ്റിംഗ് നടക്കുന്നുണ്ട്. സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആമേൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം ഏതാണ് എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ദിസ് ഈസ് ദ ടൈം ഓഫ് ഫേവർ. ദൈവത്തിൻ്റെ സുപ്രസാദത്തിൻ്റെ ഒരു പ്രസാദകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഒത്തിരി പേർക്ക് അത് അറിയില്ല. ഒത്തിരി പേരും ചിന്തിക്കുന്നത് ഞങ്ങളിപ്പോൾ പഴയ നിയമത്തിൻ്റെ അതുപോലെയുള്ളൊരു സമയത്താണെന്നാണ്. പഴയ നിയമം മാറി, പുതിയ നിയമം വന്നു. ഇതൊന്നും ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ആയുസ് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി മാറണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ത്? ദൈവത്തിൻ്റെ കലണ്ടറിൽ നമ്മളിപ്പോൾ എവിടെയാണ്? ഞാൻ ഇന്നലെ ക്രോണോസ് ടൈമിനെ കുറിച്ചും കൈറോസ് ടൈമിനെ കുറിച്ചും പറഞ്ഞു. ക്രോണോസ് എന്ന് പറഞ്ഞാൽ വാച്ച് അനുസരിച്ച്, ഘടികാരമനുസരിച്ചുള്ള സമയമാണ്. അതിനനുസരിച്ച് ഘടികാരം 1 മണിക്കൂർ, 24 മണിക്കൂർ ആകുമ്പോൾ ഒരു ദിവസമായി, 7 ദിവസങ്ങളാകുമ്പോൾ ഒരാഴ്ചയായി, 30-31 ദിവസങ്ങളാകുമ്പോൾ ഒരു മാസമായി, 12 മാസം കൂടുമ്പോൾ ഒരു വർഷമായി, പിന്നെ ദശാബ്ദം, ശതാബ്ദം തുടങ്ങി അങ്ങോട്ട് സഹസ്രാബ്ദം എന്ന് വെച്ചാൽ 100 വർഷം, 1000 വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുന്ന സകലത്തെയും ചേർത്ത് പറയുന്ന ഒന്നാണ് ക്രോണോസ് ടൈം. എന്നാൽ അതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. അത് നിത്യതയുടെ ഒരു പീസാണ്. നിത്യത എടുത്താൽ അതിൻ്റെ ഒരു പീസാണ് ഈ ക്രോണോസ് എന്ന് പറയുന്നത്. നിത്യത അനന്തമായി ബാക്കിലേക്കും മുമ്പിലേക്കും പോകുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഹിസ്റ്ററി എല്ലാം കിടക്കുന്നത് ഒരു ക്രോണോസ് ടൈമിലാണ്. എന്നാൽ ഗ്രീക്കിൽ കൈറോസ് എന്ന് പറഞ്ഞാൽ ദൈവം പ്രസാദിച്ചിരിക്കുന്ന ഒരു സുവർണകാലം. ഓ മൈ ഗോഡ്! നമ്മൾ ഈ ജീവിക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ പഴയ നിയമത്തിലുള്ളവർക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ന്യായപ്രമാണത്തിൻ്റെ നൂലാമാലകൾ ഓരോന്നും അനുസരിച്ച് ഒന്നിൽ തെറ്റിയാൽ എല്ലാം തെറ്റിയ ഓരോ പാപത്തിനും അതത് സമയത്ത് ആടിനെയോ മാടിനെയോ പക്ഷികളെയോ ബലി കഴിച്ച് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അവർ ജീവിച്ചത്.
എന്നാൽ പുതിയ നിയമത്തിൽ ഇതൊന്നും നമ്മൾ ചെയ്യണ്ട, എല്ലാം യേശു നമുക്ക് വേണ്ടി ചെയ്തു. എവറിത്തിങ് ഈസ് ഫ്രീ. ഇതുപോലൊരു കാലഘട്ടം എനിക്ക് കിട്ടുമോ? എന്നാൽ ചിലരൊക്കെ ഇതിനെ അങ്ങനത്തെ കാലമായി, ഇങ്ങനത്തെ കാലമാണ്, അന്ത്യകാലം, കാര്യം ശരിയാണ്. അങ്ങനെയുള്ള ചാലഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ട്. പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോഴും ഈ കൃപാകാലം, കൃപയുടെ കാലഘട്ടം, എല്ലാവരും ഒന്ന് എഴുതിയ കൃപയുടെ കാലഘട്ടം, ലൈഫ് ചാറ്റിലിട്ട് വയ്ക്കാമോ? കൃപയുടെ കാലഘട്ടം. നോട്ട് പുസ്തകത്തിൽ, നിങ്ങളുടെ നോട്ട്ബുക്കിലോ ഡയറിയിലോ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിൽ വലുതായിട്ട് എഴുതുക, ടൈപ്പ് ചെയ്യുക. ഇത് കൃപയുടെ, ദിസ് ഇസ് ദ ടൈം ഓഫ് ഗ്രേസ്, ദിസ് ഇസ് ദ ടൈം ഓഫ് ഫേവർ. ഒരു സുപ്രസാദകാലം, ഒരു പ്രസാദകാലമാണ്. എന്ന് വെച്ചാൽ ഒരു മഹാപാപം ചെയ്ത ഒരാൾക്ക് യേശുവിൽ വിശ്വസിച്ച് യേശുവിനോട് ഈ കാര്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് രക്തത്താൽ കഴുകി വൃത്തിയായി മുന്നിലേക്ക് പോകാം. അയാളെ നിരപരാധിയായി പ്രഖ്യാപിച്ച് കർത്താവ് സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറ്റബോധത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, പാപത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. യേശു വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പോയി, സ്വർഗാരോഹണം ചെയ്തു. എന്തിനു വേണ്ടി? സകല പാപികളെയും വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും ആക്കി സകല അവകാശങ്ങളും അനുഗ്രഹങ്ങളും നൽകുവാൻ വേണ്ടി കർത്താവ് ഇതെല്ലാം ചെയ്തു വെച്ചു. വാട്ട് എ ഗോൾഡൻ ഇറ വി ആർ ലിവിങ് നൗ. ഇതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു വന്നു. ഇന്നലെ ഞാൻ വായിച്ചൊരു വചനമാണ് 2 Corinthians 6:2, അല്ലെ? 2 Corinthians 6:2. For he says in the time of favor I heard you. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ആൻഡ് ഇൻ ദ ഡേ ഓഫ് സാൽവേഷൻ ഐ ഹെൽപ്ഡ് യു. രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ഞാൻ വീണ്ടും പറയാം, ദൈവം നിന്നെ സഹായിക്കും. ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക്. നിങ്ങളോടാ പറയുന്നത്. എന്താ വിശ്വാസമായില്ലേ? ഇത് കേൾക്കുന്ന നിങ്ങളോട്, തോമസ് നിങ്ങളോട്, മഞ്ജു നിങ്ങളോട്, കർത്താവ് സൂസൻ നിങ്ങളോട് കർത്താവ് പറയുകയാണ്. വിജയോട് കർത്താവ് പറയുകയാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും കർത്താവ് പറയുകയാണ്, ഐ ടെൽ യു നൗ ഈസ് ദ ടൈം ഓഫ് ഗോഡ്സ് ഫേവർ. പറയണം, ഐ ടെൽ യു, ഞാൻ പറയുന്നു, നൗ ഈസ് ദ ടൈം ഓഫ് ഗോഡ്സ് ഫേവർ. ഇത് ദൈവത്തിൻ്റെ പ്രസാദകാലമാണ്. ദൈവം മനുഷ്യരിൽ പ്രസാദിച്ചിരിക്കുക. മനുഷ്യൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല, മനുഷ്യർ നന്നായത് കൊണ്ടല്ല, മനുഷ്യർ ചീത്തയായിക്കൊണ്ട്, കൂടുതൽ ചീത്തയായിക്കൊണ്ടിരിക്കുക, പുതിയ പുതിയ പാപങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ല ദൈവം പ്രസാദിച്ചിരിക്കുന്നത് തൻ്റെ പുത്രനിൽ. യേശു കർത്താവ്, നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് യേശു കർത്താവ് സ്നാനമേറ്റു, കരയിലേക്ക് കയറി ഉടൻ തന്നെ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. പക്ഷെ ഒരു ശബ്ദം അവിടെ കേട്ടു, പിതാവിൻ്റെ ശബ്ദം. എന്താ പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ പ്രസാദം, പുത്രൻ്റെ മേലുള്ള ആ പ്രസാദം, അതാണ് വാസ്തവത്തിൽ നമുക്ക് പങ്കുവയ്ക്കപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഷെയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്രിസ്തുവിൽ അവൻ നമ്മിൽ പ്രസാദിച്ചിരിക്കുന്നു. ഒറ്റയ്ക്ക് ചെന്നാൽ പോക്ക് കേസാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ കെയർ ഓഫിൽ ചെന്നാൽ, അവൻ്റെ നാമത്തിൽ ചെന്നാൽ, അവനോടൊപ്പം ചെന്നാൽ പിതാവ് കൈവിടില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. യേശുവില്ലാതെ, യേശുവിൻ്റെ നാമത്തിലല്ലാതെ പ്രാർത്ഥന കേൾക്കില്ല. യേശുവിൻ്റെ കൂടെ അല്ലാതെ അങ്ങ് എന്ന് രക്ഷ കിട്ടില്ല. യേശുവിൻ്റെ കെയർ ഓഫിലല്ലാതെ ദൈവത്തിൻ്റെ പ്രസാദമില്ല. എവറിത്തിങ് ഈസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ത്രൂ ജീസസ്, ബൈ ജീസസ്, ഫ്രം ജീസസ് ആൻഡ് ഫോർ ജീസസ്. ഇത് മറക്കരുത്. അപ്പോൾ now is the time of God's favor, now is the day of salvation. ഇതാകുന്നു രക്ഷാ ദിവസം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ സംസാരിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കുള്ളൻ സക്കായിയുടെ ഒരു കഥയുണ്ട്. ഹി വാസ് എ ഷോർട്ട് മാൻ. അവൻ വളരെ ഉയരം കുറവുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ ഷോർട്ട്നെസ് കാണിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കുറവുകളെയാണ്. യേശുവിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള സമയത്ത് ആ തിരുവെഴുത്തുകളിൽ അത് എഴുതിയിട്ടുണ്ട്. യേശു ഇങ്ങനെ പോവുകയാണ്. വഴി പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ ആദ്യം, ജീസസ് എൻറ്റേർഡ് ജെറിക്കോ. ജെറിക്കോയുടെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം, അല്ലേ?
ജീസസിൻ്റെ ജെറിക്കോയാണ് പണ്ട് ഇസ്രായേൽ മക്കൾ മതിലിന് ചുറ്റി 7 ദിവസം നടന്ന് ആർപ്പ് വിളിച്ച് മതിൽ വീണുപോയ ആ പട്ടണം. കേട്ടിരിക്കുന്ന മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ വെൽ ബിൽറ്റ് സിറ്റി അതായിരുന്നെന്നാണ്. ഏറ്റവും ആദ്യത്തെ, ഏറ്റവും പുരാതനമായ, ഏറ്റവും സ്ട്രക്ചേർഡായും സ്ട്രോങ് ആയും പണിയപ്പെട്ട പട്ടണം ഇതായിരുന്നു. ആ പട്ടണത്തെ ജോഷുവ ശപിച്ചു. എന്നിട്ട് അങ്ങനെ ഒരു ശാപം പിടിച്ച ഒരു സ്ഥലമാണ്, അതിലേക്ക് യേശു വരികയാണ്. ആൻഡ് വാസ് പാസിംഗ് ത്രൂ, അതിലങ്ങ് പോവുക. എ മാൻ വാസ് there by the name of Zacchaeus. അവിടെ സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഹി വാസ് എ ചീഫ് ടാക്സ് കളക്ടർ ആൻഡ് വാസ് വെൽത്തി. ഈ പുള്ളിയാണെങ്കിൽ ചീഫ് ടാക്സ് കളക്ടറാണ്. ചീപ്പല്ല, ചീഫാണ്. മുഖ്യനായ ഒരു പ്രമുഖനായ ഒരു ചുങ്കക്കാരിൽ പ്രധാനിയാണ്, പ്രമാണിയാണ്. ആൻഡ് വാസ് വെൽത്തി. കാശിന് ഒരു വഞ്ഞുമില്ല. കാരണം ശമ്പളമുണ്ട്, കിമ്പളമുണ്ട്. ടേബിളിൻ്റെ മുകളിലൂടെയും പൈസ വരും, ടേബിളിൻ്റെ അടിയിലൂടെയും പൈസ വരും. അങ്ങനെ ധാരാളം പണമുള്ളൊരു മനുഷ്യൻ, ധനികനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സക്കായിയെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യമാണ്. ഹി വാസ് നോട്ട് സിക്ക്. രോഗമൊന്നുമില്ല, കാശിന് ആവശ്യമില്ല, കാശ് വേണ്ടതിലധികമുണ്ട്. ന്യായമായി കിട്ടുന്നതും അന്യായമായി കിട്ടുന്നതും എങ്ങനെ ചെലവഴിച്ച് തീർക്കണമെന്നറിയാതെ അതുപോലെ ശരിക്കും സമ്പന്നനാണ് ഈ മനുഷ്യൻ. പ്രാഥമികമായ രീതിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ആവശ്യങ്ങളൊന്നുമില്ല. സാധാരണ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കും, രോഗം മാറാൻ പ്രാർത്ഥിക്കണേ, കടഭാരമാണ്, ജപ്തിയാണ്, ബാങ്കിൽ എങ്ങനെ പൈസ അടക്കുമെന്ന് അറിയില്ല, നോട്ടീസ് വന്നു, ബ്രദറെ പ്രാർത്ഥിക്കുക, പെങ്കൊച്ചിനെ കെട്ടിച്ചു വിടാനായിട്ട് പൈസയില്ല, ഇത്ര സ്വർണം കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം, പലതും അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കല്യാണ സദ്യ എങ്ങനെ നടത്തുമെന്നറിയില്ല, വിവാഹ വസ്ത്രം, ബന്ധുക്കൾക്കൊക്കെ വസ്ത്രം എടുക്കണം, എങ്ങനെ ചെയ്യുമെന്നറിയില്ല, ആകെ BP കൂടിയിരിക്കണം, ഉറക്കമില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ടാണ് സാധാരണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സാധാരണക്കാർ വരുന്നത്. എന്നാൽ ഈ മനുഷ്യന് ഇതൊന്നുമില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ 3-ാമത്തെ വചനം നോക്കി, ഹി വാണ്ടഡ് ടു സീ ഹൂ ജീസസ് വാസ്. പക്ഷെ അവനൊരു ആഗ്രഹം, എനിക്ക് യേശുവിനെ കാണും, എനിക്ക് യേശു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലുണ്ടെന്ന് മറക്കരുത്. ചിലർ വിചാരിക്കും ഈ ബ്ലെസ്സിങ് ടുഡേ പോലുള്ള പ്രാർത്ഥനകൾ എന്നൊക്കെ പറഞ്ഞ ഈ പാവപ്പെട്ടവരും അധകൃതരും ഒരു കഴിവുമില്ലാതെ, തകർന്ന വിദ്യാഭ്യാസമില്ലാതെ, വേഗത്തിൽ എളുപ്പത്തിൽ വഞ്ചിക്കാൻ പറ്റിയ ആൾ, ഈ പ്രാർത്ഥനയിലൊക്കെ പോയ ആളുകൾ അവരെ ചതിക്കുക, അവരുടെ സ്വോത്ര കാഴ്ചയൊക്കെ മേടിച്ചെടുക്കുക, അവരുടെ കയ്യിൽ അവരെ പിഴിയുക, സാധുക്കളെ പിഴിയുന്ന സ്ഥലമാണ് പ്രാർത്ഥനാ സ്ഥലം എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത്, ബൈബിൾ പറയുന്ന സകല ജഡവും എൻ്റേതല്ലോ. 65-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിങ്കലേക്ക് വരുന്നു. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ സകലരും അവൻ്റെ അടുക്കലേക്ക് ചെല്ലും. നോക്കൂ, ഹി വാണ്ടഡ് ടു സീ ഹൂ ജീസസ് വാസ്. ആരാണ് യേശു എന്ന് എനിക്കൊന്ന് കാണണം. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ നല്ല വീടും നല്ല കാറും വേണ്ടത്ര ഇൻവെസ്റ്റ്മെൻറ്റ്സും പല തലമുറകൾ തിന്നുവാനുള്ള കാശും വെൽ സെറ്റിൽഡായി ഭൗതികമായി ഒന്നിനും കുറവില്ലെങ്കിലും അകത്ത് ദൈവത്തെ കാണുവാൻ, ദൈവത്തോട് ചേരുവാനുള്ളൊരു ദാഹം എല്ലാ മനുഷ്യരിലും വാസ്തവത്തിലുണ്ട്. എന്നാൽ ചിലരുടെയൊക്കെ ആത്മാവ് മരിച്ചു കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ദാഹവും അറിയില്ല, വിശപ്പും അറിയില്ല. മരിച്ചു കിടക്കുന്ന ആൾക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലല്ലോ. പക്ഷെ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ ധനാഢ്യനായാലും, ഒരു വലിയ ബിസിനസ് സാമ്രാട്ടായി എന്ന് വെച്ചാൽ ഒരു ബിസിനസ് എംപയർ പടുത്തുയർത്തി, സ്വന്തമായി ഫ്ലൈറ്റ്, സ്വന്തമായി വ്യവസായ ശൃംഖലകൾ, പല രാജ്യങ്ങളിൽ പലതും എല്ലാം ഉണ്ടായാലും that guy needs Jesus to be saved. രക്ഷപ്പെടണോ? യേശു വേണം. ഒരു രാജാവായാലും, ഒരു മന്ത്രിയായാലും, ഒരു പ്രധാനമന്ത്രിയായാലും, ഉപപ്രധാനമന്ത്രിയായാലും, രാഷ്ട്രപതിയായാലും, സാധാരണ മന്ത്രിയായാലും, പഞ്ചായത്ത് മെമ്പറായാലും, പഞ്ചായത്ത് പ്രസിഡൻ്റായാലും, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രസിഡൻ്റായാലും, ഈ സമൂഹത്തിൽ നിലവാരം എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, we need Jesus to be saved. അപ്പോൾ
അവനൊരാഗ്രഹം, എനിക്കിന്ന് യേശുവിനെ കാണണം. ബട്ട് ബിക്കോസ് ഹി വാസ് ഷോർട്ട്, ഹി കുഡ് നോട്ട് സീ ഓവർ ദ ക്രൗഡ്. പക്ഷേ ഈ മനുഷ്യൻ ഉയരം കുറവായതുകൊണ്ട്, ജനങ്ങൾ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് യേശുവിനെ കാണാൻ കഴിയുന്നില്ല. എന്താ ആഗ്രഹം? യേശുവിനെ ഒന്ന് കാണണം. ഐ വാണ്ട് ടു സീ ജീസസ്, ഐ വാണ്ട് ടു സീ ജീസസ്. യേശുവിനെ എനിക്കൊന്ന് കണ്ടാൽ മതി. കാശുണ്ട്, എനിക്ക് വേറെ ഒന്നും വേണ്ട. പ്രാർത്ഥനാ വിഷയങ്ങളില്ല, പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് യേശുവിനെ കണ്ടാൽ മതി. അങ്ങനെയുള്ള ചിലർ എന്നെ കാണുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ട് ബ്രദറെ, സിസ്റ്ററെ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. യേശുവിനെ കാണണം, എനിക്കൊന്ന് യേശുവിനെ കാണണം, യേശുവിനെ അറിയണം. ഐ വാണ്ട് ടു ഗെറ്റ് ക്ലോസർ ടു ജീസസ്. യേശുവിൻ്റെ അടുത്തോട്ടൊന്ന് ചെല്ലണം. അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കേട്ടോ. 4. He ran ahead and climbed a sycamore fig tree to see him, since Jesus was coming that way. യേശു ആ വഴിക്ക് വരുന്നെന്ന് മനുഷ്യൻ മനസ്സിലായി. ചെയ്തത്, ഈ ജനക്കൂട്ടത്തെ വിട്ട് ഈ മനുഷ്യൻ ഓടി. ഓർക്കണം, ഹീ ഈസ് ദ ചീഫ് ടാക്സ് കളക്ടർ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ കമ്മീഷണറാണെന്ന് വിചാരിക്കുക. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ കമ്മീഷണർ ഇപ്പോൾ ജനങ്ങളുടെ മധ്യത്തിൽ ഓടുകയാണ്. നമ്മൾ സാധാരണയാണെങ്കിൽ വളരെ എലിഗൻ്റായിട്ടൊക്കെ നടന്നേക്കേ പോവുള്ളൂ, കാരണം ഐ എം സംതിങ് ഇൻ ദ സൊസൈറ്റി, അങ്ങനെയല്ലേ പോവുള്ളൂ. പക്ഷെ ഓടുക മാത്രമല്ല, ഒരു കാട്ടത്തി മരത്തിൻ്റെ മേൽ, ഒരു സിക്കമോർ ഫിഗ് ട്രീയുടെ മുകളിൽ, ഇപ്പോൾ ജനങ്ങളൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് ഞാൻ പാൻസ് ഷർട്ടൊക്കെ എടുത്ത്, ഞാനൊരു പാസ്റ്ററാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മരം കണ്ടിട്ട് ഞാൻ മരത്തിൽ കയറുമോ? ഈ കുരങ്ങനെ പോലെയൊക്കെ മരത്തെ കയറി ഇത്രയും ജനങ്ങൾ കൂടി നിൽക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഏതായാലും ഈ മനുഷ്യന് ലജ്ജയില്ല. ജനക്കൂട്ടത്തിനിടെ ഇടയിൽ ഇറങ്ങാൻ അദ്ദേഹത്തിന് നാണം തോന്നിയില്ല. ബിക്കോസ് ഹി വാണ്ടഡ് ടു സീ ജീസസ്. എങ്ങനെയെങ്കിലും യേശുവിനെ കാണണം. ഇനി അപ്പോൾ അനൗൺസ്മെന്റ് വരുന്നത് എന്താണ്? യേശു വഴി പോകുന്നു. When Jesus reached the spot, he looked up and said to him. യേശു നേരെ താഴെ എത്തിയപ്പോൾ, വൃക്ഷത്തിൻ്റെ താഴെ എത്തിയപ്പോൾ ഉടൻ തന്നെ യേശു പറയുകയാണ്. യേശു മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, Zacchaeus, come down. Immediately I must stay at your house today. നിന്റെ വീട്ടിലാണ് ഞാൻ ഇന്ന് അക്കോമഡേഷൻ എടുക്കാൻ പോകുന്നത്, വീട്ടിൽ താമസിക്കാൻ പോകും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മനുഷ്യൻ്റെ പേര് യേശുവിന് അറിയാം. Zacchaeus ആരും പറഞ്ഞു കൊടുത്തില്ല, ആരും പറഞ്ഞിട്ടല്ല. യേശു നേരെ നോക്കിയിട്ട് പറഞ്ഞു, സക്കായിയെ ഇറങ്ങി വാ, I must stay at your house today. This was really shocking. ഷോക്കിംഗ് എന്ന് പറയാൻ കാരണം താഴെയുണ്ട്. ഈ മനുഷ്യൻ ചീഫ് ടാക്സ് കളക്ടറാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സാത്താനേക്കാൾ അധികം അവർ വെറുത്തിരുന്നൊരു വർഗമാണ് ചുങ്കക്കാർ. ചുങ്കക്കാരെയും പാപികളെയൊക്കെ ഒരേപോലെ കൂട്ടിയിരിക്കുന്നത്. ചുങ്കം പിരിക്കുന്നത് അവരുടെ ഒരു പ്രൊഫഷനാണ്, ജോലിയാണ്, തൊഴിലാണ്. പക്ഷെ കുഴപ്പമതല്ല, റോമൻ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ചുങ്കം പിരിക്കുന്നത്. മാത്രമല്ല, അവർ ഇത്ര ദ്രഹ്മ പിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര ഷെക്കേൽ പിരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയോ അതിലധികമായിരിക്കും ഇവർ പിരിക്കുന്നത്. അവർക്ക് കൊടുക്കും, റോമൻ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളത് അവർ കൊടുത്തിട്ട് ബാക്കിയുള്ളത് അവരെടുക്കും. ഇതാണ് ചുങ്കക്കാർ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഈ 2 കാരണങ്ങളാൽ അവരുടെ ഫുൾ ഗട്ട്സ് കൊണ്ട് വെറുത്തിരുന്നു ഇവരെ. So he came down at once and welcomed him gladly. അതുകൊണ്ട് ഈ മനുഷ്യൻ മരത്തിൽ നിന്ന് കുരങ്ങനെ ഇറങ്ങുന്നത് പോലെ ഇറങ്ങിയിട്ട് യേശുവിനെ സ്വാഗതം ചെയ്തു. പറഞ്ഞേ, യേശുവിനെ സ്വാഗതം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ബ്ലെസ്സിങ് ടുഡേ എന്ന പേരിൽ TV പ്രോഗ്രാമൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിലാണെന്ന് തോന്നി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ജീസസ് ഹൗസ് വിസിറ്റ്സ്, യേശുവിൻ്റെ ഭവന സന്ദർശനത്തെക്കുറിച്ച് യേശു പല വീടുകളിലും കയറി ഇറങ്ങി. അതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സംസാരിച്ച ദിവസങ്ങൾ നടന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ ബാംഗ്ലൂർ മുതൽ പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ കേട്ടതും എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം ഇത്രയേ ഉള്ളൂ, യേശുവിന് എല്ലാവരുടെയും വീട്ടിൽ വരാൻ ഇഷ്ടമുണ്ട്. എന്നോട് പറയുന്നത്, ബ്രദർ ഞങ്ങളുടെ ഒന്ന് വീട്ടിൽ വരണം, ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലായിടത്തും എനിക്കെത്താൻ സാധ്യമല്ല.
യേശുവിനെത്താൻ കഴിയും. ജീസസ് വാണ്ട്സ് ടു കം ടു യുവർ ഹൗസ്. നോക്കൂ, സക്കായി ഭയങ്കര സന്തോഷത്തിലാണ്. ഒന്ന് നോക്കാൻ മാത്രം ആഗ്രഹിച്ചുള്ളൂ. ഓഫർ ഇങ്ങോട്ടാ കിട്ടിയിരിക്കുന്നത്, വീട്ടിൽ വരാമെന്ന്. സമൂഹത്തിൽ വെറുക്കപ്പെട്ടവൻ, കാശുണ്ടേലും ജനങ്ങൾ മുഴുവൻ ശപിച്ച ഒരു മനുഷ്യനാണ്. ഞങ്ങളുടെ ചുങ്കം, ഞങ്ങളുടെ കാശ് പിരിച്ച് അവൻ പണക്കാരനായി ജീവിക്കുക. ഇതാണ് ജനങ്ങൾ പറയുന്നത്. ചുങ്കക്കാരും പാപികളും പര്യായ പദങ്ങളെ പോലെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിവേ, all the people saw this and began to mutter, he has gone to be the guest of a sinner. ഇത് കേട്ട ഉടനെ അയൽപക്കക്കാർ കൈയടിച്ചൊന്നുമില്ല, ഞങ്ങളുടെ തൊട്ട അയൽപക്കത്ത് യേശു വരികയാണ്. ആർക്ക് സന്തോഷമില്ല. അവർ പിറുപിറുക്കാൻ തുടങ്ങി. അവർ പറയുന്നതാണ്, കണ്ടോ, ഒരു പാപിയുടെ, മഹാപാപിയുടെ അതിഥിയായിട്ട് അവൻ പോവുക. ഇവനെ പേര് വിളിച്ചെങ്കിലും പേര് വിളിച്ചത് കറക്റ്റാണ്. മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പേര് കൃത്യമായി യേശു വിളിച്ചു. ഇവനൊരു പ്രവാചകനായിരിക്കാം, ഇവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണത്? അവനാരെന്ന് മനസ്സിലാക്കിയിട്ടില്ല. മഹാപാപിയുടെ വീട്ടിൽ ഉരുന്നുണ്ണാൻ പോകുന്നു. വാട്ട് ഈസ് ദിസ്? ബട്ട് Zacchaeus stood up and said to the Lord. ആ സമയത്ത് സഖായി നിന്നുകൊണ്ട് പറയാ, Look Lord, here and now I give half of my possessions to the poor. ഇപ്പം മുതൽ, ഇന്ന് മുതൽ, ഇവിടം മുതൽ എൻ്റെ വസ്തുവക എത്രയുണ്ട്, നല്ല രീതിയിൽ സമ്പാദിച്ചായാലും മോശം രീതിയിൽ സമ്പാദിച്ചായാലും എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുകയാണ്. And if I have cheated anybody out of anything, I will pay back 4 times the amount. ആരോടെങ്കിലും ചതിവായി ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ കൊടുത്തേക്കാം. Meaning, in the presence of Jesus, in the nearness of Jesus, he started repenting. യേശു അടുത്ത് വന്നാൽ മാനസാന്തരം ഉണ്ടാവും. എഴുതി വെക്ക്. ദൈവ സാന്നിധ്യം വരുമ്പോൾ മാനസാന്തരം ഉണ്ടാവും. തെറ്റ് ബോധ്യമാകും. പണ്ട് പത്രോസിൻ്റെ വഞ്ചിയിൽ കയറി വലിയൊരു മീൻപിടുത്തമൊക്കെ അവിടെ നടത്തിയ സമയത്ത് ഓർക്കുന്നുണ്ടോ? പത്രോസ് ഈ മീൻ കണ്ടിട്ട് മീനിൻ്റെ മുകളിലോട്ട് വീണില്ല, പകരം യേശുവിൻ്റെ കാലിലേക്ക് വീണു. നമ്മളാണെങ്കിൽ കുംഭാരമായിട്ടിരിക്കുന്ന ആ മീനിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കമന്ന് വീണിട്ട് മത്തിയും അയലയും അതുപോലെ എന്തൊക്കെയാ പേരുകൾ എനിക്കറിഞ്ഞ എല്ലാത്തിൻ്റെ മുകളിലേക്ക് വീണിട്ട് താങ്ക് യു ലോഡ് എന്ന് പറഞ്ഞാൽ. പക്ഷെ പകരം മീൻ അവിടെ കിടക്കുന്നു. പത്രോസ് നേരെ കവിണ്ണ് വീണ് യേശുവിൻ്റെ മുമ്പിൽ വീണിട്ട് പറയും, പാപിയായൊരു മനുഷ്യനാണ് ഞാൻ, എന്നെ വിട്ടു പോകും. ഞാനൊരു പാപിയായ മനുഷ്യനാണ്. അതിന് കുറ്റബോധം ഉണ്ടായി, പാപബോധമുണ്ടായി. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇനി 9-ാം വചനം കേട്ടോ. Jesus said to him, Today salvation has come to this house. Wow! ഞാൻ പരിശുദ്ധാത്മ നിറവിലിരുന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലും ഇന്നെന്ന് വെച്ചാൽ ഇന്ന് രക്ഷ വന്നിരിക്കുന്നു. നോക്കൂ, Today salvation has come to this house. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ 2-ാം വചനത്തിൽ നമ്മൾ വായിച്ചു, ഇതാകുന്നു സുപ്രസാദകാലം, ഇല്ലേ? ഇന്നാകുന്നു രക്ഷാ ദിവസം. Today is the day of salvation. Now is the day of salvation. അതാ കർത്താവ് ഇവിടെ പറയുന്നത്. Today's salvation has come to this house because this man too is a son of Abraham. ഇവനും അബ്രഹാമിൻ്റെ സന്തതി ആകയാൽ. വിശ്വാസം ഉള്ളിൽ വന്നാൽ അബ്രഹാമിൻ്റെ സന്തതിയായി. വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. 10-ാമത്തെ വചനത്തിൽ കർത്താവ് ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. യേശുവിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി കിടക്കുന്നത്. For the Son of Man came to seek and to save the lost. മനുഷ്യപുത്രൻ വന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനല്ലയോ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഞാൻ പറയാ, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ യേശു വന്നിട്ടുണ്ട്. വിശ്വാസമായില്ലേ? ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ വീട്ടിൽ, ഹലോ, കണ്ണു തുറന്ന് എന്നെ നോക്ക്. നിങ്ങളുടെ വീട്ടിൽ
ഇന്ന് യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചില്ലേ യേശു ഒന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ? ഹീസ് there standing beside you. വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇത് രക്ഷാദിവസമാണ്. ഇത് സുപ്രസാദകാലമാണ്. കുടുംബങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ്. ഇതുവരെ ചില പൈശാചിക ശക്തികളും അസമാധാനവും ദാരിദ്ര്യവും രോഗവും കലഹങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ കൊടികുത്തിയുവാണെങ്കിൽ, ഇന്നു മുതൽ മശിഹാ തമ്പുരാൻ ക്രിസ്തു കർത്താവും രാജാധിരാജാവുമായവൻ നിന്റെ വീട്ടിൽ സിംഹാസനത്തിൽ ഇരുന്ന് ഭരണം നടത്താൻ പോവുകയാണ്. അവസ്ഥകളെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. എത്ര പേര് ഈ സമയത്തൊക്കെ ചാടി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് യേശുവിനെ സ്വാഗതം ചെയ്യും, ദൈവ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്യും. മാത്രമല്ല, ഈ സഖായി പറഞ്ഞതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം അങ്ങ് പറഞ്ഞേക്ക്. എന്തെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ, ചതിവായി വാങ്ങിയിട്ട് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാം കൊടുത്തേക്ക്. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു വലിയ വിടുതൽ വീടുകളിൽ വന്നതിനായി നന്ദി, പ്രകാശം വന്നതിനായി നന്ദി, ഇരുൾ വെളിയിൽ പോയതിനായി നന്ദി പറയുന്നു. കിടപ്പ് രോഗികളുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോക്കോ. യേശു നിങ്ങളെ തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദിവസങ്ങളായി കിടപ്പിലായവർ ചാടി എഴുന്നേറ്റങ്ങ് പൊക്കോ. കാരണം യേശു വന്നെങ്കിൽ പിന്നെ മാറ്റങ്ങൾ തുടങ്ങി. ഒരിക്കൽ യേശു പത്രോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മാവിയമ്മ പനി പിടിച്ചു കിടക്കുകയാണ്. അവളുടെ പനിയെ ശാസിച്ചു. അവൾ ചാടി എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ക്ഷീണം മാറാൻ നിന്നില്ല. ഉടനെ എല്ലാം ശരിയായി. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ ലൂസ് ടൂൾസും ഡിസെൻട്രി, ലൂസ് മോഷനൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാൻ, ക്യാൻസർ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത വീടുകളിൽ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കട്ടെ. കുഞ്ഞുങ്ങൾ പിറക്കാൻ തുടങ്ങട്ടെ. കർത്താവിൻ്റെ മിറക്കിൾസ് അവിടെ കർത്താവ് ചെയ്യുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്ന് വീണ്ടും പറയുകയാണ്. ബ്ലെസ്സിങ് ടുഡേയോട് ചേർന്ന് ഈ സുവിശേഷം, ജീവൻ നൽകുന്ന, സമാധാനം നൽകുന്ന സന്ദേശം ലോകത്തിൽ എല്ലായിടത്തും എത്തിക്കുവാൻ കൂടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കൊരു പങ്കാളിയാകാം. ബ്ലെസ്സിങ് ടുഡേയുടെ പങ്കാളിയാകാം. നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. പ്രാർത്ഥന വിഷയങ്ങളും പറയാം. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേ ഒരു പാർട്ണറായി, സ്പോൺസറായി മാറിയാൽ we are doing the ministry together. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you tomorrow. Bye-bye.